അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ട് ബുക്ക് വായിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി വായിക്കുന്നത് അലിക്കെട്ട് എന്ന് പറയുന്ന ബുക്കാണ്. അത്യാവശ്യം നല്ല പഴയതാണ്, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എൻ്റെ ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ എന്തായാലും ഈവനിങ് നമുക്ക് ചെയ്യാം. കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ അലോവേരയിൽ നിന്ന് ചെറിയ തൈ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി നടാമെന്ന് വിചാരിച്ചു. മാറ്റി നട്ടിട്ട് ഇത് റൂമിൽ കൊണ്ട് വെക്കണം. പിന്നെ എൻ്റെ ഈ ഒരു കപ്പ് ഉണ്ടായിരുന്നു. മുമ്പ് പെയിൻറ്റ് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ വേണ്ടാത്തതുകൊണ്ട് അതിൽ നടാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമാണ് റൂമിൽ ഇങ്ങനെ ചെടികളൊക്കെ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മ ഈ മുളകൊക്കെ ഉണക്കായിട്ടിരുന്നു. പിന്നെ അതൊക്കെ താഴെ എടുത്ത് കൊണ്ട് വെച്ച് കൊടുത്ത ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം എൻ്റെ തന്നെ 2-3 ഡ്രസ്സൊക്കെ വയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പൊതുവേ 1-2 ഡ്രസ്സുള്ളപ്പോൾ ഞാൻ മടക്കിയൊന്നും വയ്ക്കാറില്ല. പക്ഷെ ഇപ്പോൾ അപ്പപ്പുള്ള പണി അപ്പം തന്നെ ചെയ്തു, ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നല്ല മടിയാവും അതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടേബിൾ ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ടൊന്നുമില്ല, എങ്കിലും ചെറിയ ചെറിയ സാധനം ഞാൻ അവിടെ പറക്കിയിട്ട് അതൊക്കെ പറക്കി വെച്ചു. പിന്നെ ഈ ഒരു പ്ലാന്റ് എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ കുറേ ആയി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു. ഞാനൊരു 7th-ലോ 8th-ലോ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു ഷെയ്ഡ് വാങ്ങിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ചെയ്യാറുള്ളതും പിന്നെ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. വേറെയും ഷെയ്ഡൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കടയിൽ പോയി ഈ ഒരു കളർ കാണുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇത് വാങ്ങിക്കും. നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ചായക്ക് ഇട്ട് കൊടുത്തു, അവരുടെ അടുത്ത് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ റൂമിലോട്ട് വന്നു. അപ്പോഴാണ് വെള്ളം ഞാൻ ഇന്ന് കുടിച്ച് തീർത്തിട്ടില്ല. പൊതുവേ ഈ ഒരു ടൈം കുടിച്ച് തീർക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ പഠിക്കാനുള്ള ബുക്കും കുറച്ച് PDF പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വച്ചു. കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓർമ്മ വായിച്ചു നോക്കി. എന്നിട്ട് പുതിയൊരു ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത്. പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കുറേ പുതിയ വൊക്കാബ്സ് കിട്ടാറുണ്ട്. അതൊക്കെ നോട്ടിൽ എഴുതി വെച്ച ശേഷം അതിൻ്റെ മീനിങ് നോക്കിയിട്ട് അത് പഠിക്കാറുണ്ട്. പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ടു ഡു ലിസ്റ്റിലുള്ളൊരു കാര്യമാണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്, പക്ഷെ അത് നടക്കാറേ ഇല്ല. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ കുറേ ആയി പെയിൻ്റൊക്കെ ചെയ്തിട്ട്. ഇടയ്ക്കൊക്കെ വരയ്ക്കാറുണ്ട്, വരച്ചാലും ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നിട്ട് ഞാൻ അത് പകുതി വഴിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും.
ഇന്ന് രാവിലെ ചുമ്മാ പിൻട്രസ്റ്റ് സ്ക്രോൾ കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പിക്ചർ കണ്ടത്. പിന്നെ ഇത് പെയിൻറ്റ് ചെയ്യാൻ റെഡും ബ്ലാക്കും മതിയായിരുന്നു, പിന്നെ കുറച്ച് വൈറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ആ 2 പെയിൻ്റ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു റീസണാണ് വരയ്ക്കാത്തതിൻ്റെ. ഭയങ്കരമായ പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ കയ്യിലിത് എങ്ങനെ ആയി എന്ന് എനിക്കറിയില്ല. പെന്ന് യൂസ് ചെയ്ത് എഴുതുമ്പോഴും ഇതേപോലെയാണ് എൻ്റെ കയ്യിൽ ഫുൾ പെന്നിൻ്റെ ഇങ്ക് ആവാറുണ്ട്. സോ ഞാൻ വരയ്ക്കുന്ന പടം ഒരു കോർണറിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാറുള്ളത്. പടം വരെയൊക്കെ കഴിഞ്ഞ് കിടക്കാനുള്ള ടൈമായി. പിന്നെ കുറച്ച് നേരം ബുക്കും കൂടി വായിച്ചിട്ട് കിടക്കാൻ വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ബൈ.